ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ലോങ് വീഡിയോ ചലഞ്ചിൻ്റെ വീഡിയോ ആണ്. ഞാൻ പുറത്താണ്, ചെറിയൊരു യാത്രയിലാണ്. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു ലോങ് വീഡിയോ ചലഞ്ചിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഞാൻ എന്തായാലും ക്ഷമിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മളെ ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ്. നമ്മളെ ടോപ്പിക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്തെങ്കിലും സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്, ചെറിയൊരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, നിങ്ങളെല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെ മാക്സിമം നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾ അനുഭവിച്ചൊരു സംഭവമായിരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ്. മീൻസ് ഒരുപാട് മേഖലയിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഉള്ളിൽ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല. എൻ്റെ ഒരു ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മളെ ലൈഫിൽ നമ്മളൊരു സർക്കിൾ ഉണ്ടാവും, നമ്മളൊരു ഫാമിലി സർക്കിൾ ഉണ്ടാവും. ഇതൊക്കെ മാക്സിമം എന്താക്കുക വെച്ചാൽ അടിപൊളിയാക്കുക. നിങ്ങളുടെ ലൈഫ് എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുക. ഒരിക്കലും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക. നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങളെ പാഷനെ പിന്തുടരുക, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റിൽ എപ്പോഴും സത്യം പറഞ്ഞാൽ അതിന് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളെപ്പോഴും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളെ ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും, നിങ്ങളെ ഫോക്കസ് ആണെങ്കിലും, നിങ്ങളെ കൺസിസ്റ്റൻസി ആണെങ്കിലും എപ്പോഴും അതിന് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങളൊരിക്കലും വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതെയോ വേറൊരാളെ വെച്ചിട്ട് മീൻസ് ഓരോ ലൈഫ് സ്റ്റൈൽ നോക്കി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോശമാണെന്നോ ആ രീതിയിലൊന്നും മുന്നോട്ടേക്ക് പോകാതെ നിങ്ങളെ ലൈഫിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും ഉണ്ടാവും. ശരിയാണ്, ഈ ഒരു PSC, SSC, UPSC അതുപോലത്തെ എക്സാംസിന് കാര്യങ്ങളും കോമ്പറ്റീഷൻ മൈൻഡ്സ് ഉണ്ടാവും. പക്ഷേ ഓരോരുത്തർക്ക് ഓരോ ടൈമാണ്. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ കഷ്ടപ്പെടുക, നിങ്ങൾ പഠിക്കും പോലെ ആയിരിക്കില്ല വേറൊരാൾ പഠിക്കുക. അതുപോലെ തന്നെ ഫിലിമിലും ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെ രീതിയിൽ നമ്മൾ മാക്സിമം വളർന്നുകൊണ്ടേയിരിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിനെ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളെ രീതിയിൽ വർക്ക് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരു സമയം ഉണ്ടാവും, ആ ഒരു ടൈമിൽ നിങ്ങളെ റിസൾട്ട് നിങ്ങൾ കാണും. നിങ്ങളിടുന്ന എഫേർട്ടൊന്നും ഒറ്റയടിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കോളണമെന്ന് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളെ ലൈഫിൽ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളെ ശരിക്കുള്ള ആവശ്യം നിങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നത്, ആ ആവശ്യത്തിന് നിങ്ങൾ പിന്തുടരുക. ആ ആവശ്യത്തിന് നിങ്ങളെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുക. ആ ആവശ്യം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പരിശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം പരിശ്രമിക്കുക. ഇനി ആരൊക്കെ എന്തൊക്കെ പറയാം, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പോരാടിക്കൊണ്ടേ ഇരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ട്രെയിൻ വരാൻ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വൈകിയ ഇടവേളയിൽ ഇത്രയും കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ താങ്ക് യു ഗൈസ്.